പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾ വഴി എത്തിയത് $381 ബില്യൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 മുതൽ 2026 വരെ നടത്തിയ വിദേശയാത്രകൾക്ക് ചെലവായത് 558.1 കോടി രൂപയാണെന്നും ഈ യാത്രകൾ വഴി രാജ്യത്തെത്തിയ നിക്ഷേപം $381.8 ബില്യൺ ആണെന്നും, അതായത് 37 ലക്ഷം കോടി രൂപയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റ രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു. 2026 യാത്രകൾക്ക് ചെലവായത് 75 കോടിയാണ്. 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ പണം വിദേശ യാത്രകൾക്ക് ചെലവഴിച്ചത് 2025 187 കോടി. 2024 വിദേശ യാത്രകൾക്കായി 110 കോടി ചെലവിട്ടു. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ നരേന്ദ്രമോദി 79 രാജ്യങ്ങൾ സന്ദർശിച്ചു. സന്ദർശനങ്ങളിലൂടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി, വ്യാപാര നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിച്ചു. 2021 മുതൽ 2025 ഡിസംബർ വരെ രാജ്യത്ത് ലഭിച്ച നേരിട്ടുള്ള വിദേശ നിക്ഷേപം $381 ബില്യൺ ആണെന്നും മന്ത്രി പറഞ്ഞു. വിദേശ സന്ദർശനങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളുമായി നിർണായകമായ 316 ധാരണാപത്രങ്ങളിലാണ് ഇന്ത്യ ഒപ്പുവച്ചത്. വികസന കുതിപ്പിന് ഊർജ്ജമേകുന്ന പ്രതിരോധം, ഡിജിറ്റൽ ടെക്നോളജി, ആരോഗ്യ സേവനം, വിദ്യാഭ്യാസം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ, ബഹിരാകാശ സഹകരണം, കാർഷികം, സാംസ്കാരിക വിനിമയം തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി മേഖലകളിലാണ് സഹകരണ കരാറുകൾ പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തേക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകളും നിക്ഷേപങ്ങളും ആകർഷിക്കുന്നതിൽ ഈ കരാറുകൾ നിർണായക പങ്ക് വഹിച്ചു. ചെലവാക്കിയ തുകയേക്കാൾ എത്രയോ മടങ്ങാണ് രാജ്യത്തിന് ലഭിച്ച സാമ്പത്തിക നയതന്ത്ര നേട്ടങ്ങളെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓരോ വിദേശയാത്രയും രാജ്യത്തേക്ക് പുതിയ തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും വ്യവസായ പുരോഗതിയും കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള ശക്തമായ സൗഹൃദം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കാൻ സഹായിച്ചു. ചുരുക്കത്തിൽ, ലോകത്തെ പ്രമുഖ ശക്തിയായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ വസ്തുതകൾ ചെലവഴിച്ച തുകയ്ക്ക് ആനുപാതികമായി കോടാനുകോടി രൂപയുടെ നിക്ഷേപവും സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നവയാണ്. 65 രാജ്യങ്ങളിലേക്കുള്ള ഈ യാത്രകൾ ഭാരതത്തിൻ്റെ ഭാവി വികസനത്തിന് വൻ കുതിപ്പേകുമെന്നതിൽ സംശയമില്ല. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര നടത്തുകയാണെന്നും കോടികൾ പാഴാക്കുകയാണെന്നും ആരോപിച്ച് നിരന്തരമായി രംഗത്ത് വരാറുണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും.